നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 23 അധ്യായം, അതിൻ്റെ അവസാന വാക്യങ്ങൾ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. പിന്നെയും യഹോവ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, നീ ഒഹോലിയെയും ഒഹേലിബായെയും ന്യായം വിധിക്കുമോ? എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്കാം. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്. തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു. അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവർക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒന്നുകൂടെ അവർ എന്നോട് ചെയ്തിരിക്കുന്നു. അന്നാളിൽ തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എൻ്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു. ഇങ്ങനെയത്രേ അവർ എൻ്റെ ആലയത്തെ അതിൻ്റെ നടുവിൽ ചെയ്തത്. ഇതുകൂടാതെ ദൂരത്തു നിന്ന് വന്ന പുരുഷന്മാർക്ക് അവർ ആളയച്ചു. ഒരു ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു അവർക്ക് വേണ്ടി, നീ കുളിച്ച് കണ്ണിൽ മഷി എഴുതി ആഭരണം അണിഞ്ഞ് ഭംഗിയുള്ളൊരു കട്ടിൽമേൽ ഇരുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു മേശ ഒരുക്കി അതിന്മേൽ എൻ്റെ കുന്തിരുക്കവും എണ്ണയും വെച്ചു. നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിൻ്റെ കോഷം അവളോടുകൂടെ ഉണ്ടായിരുന്നു. ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ച് മരുഭൂമിയിൽ നിന്ന് കുടിയന്മാരെ കൊണ്ടുവന്നു. അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ, കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും. ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെല്ലുന്നത് പോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു. അതെ, അവർ കാമുകികളായ ഒഹോലയുടെ അടുക്കലും ഒഹേലിബായുടെ അടുക്കലും ചെന്നു. എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരിണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതകികൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും. അവർ വ്യഭിചാരികളാണല്ലോ, അവരുടെ കയ്യിൽ രക്തവും ഉണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും. ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്ന് അവരുടെ വീടുകളെ തീവെച്ച് ചുട്ടുകളയും. അങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്തുനിന്ന് നീക്കിക്കളയും. അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും. ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. വടക്കേ രാജ്യമായ ഇസ്രയേലിൻ്റെയും തെക്കേ രാജ്യമായ യഹൂദയുടെയും വിഗ്രഹാരാധനയെ വേശ്യാവൃത്തിയോട് ഉപമിച്ച് അവതരിപ്പിക്കുന്ന അധ്യായമാണ് 23 അധ്യായം. ഇസ്രയേലിനെ ഒഹോല എന്നും യഹൂദയെ ഒഹേലിബ എന്നും ആണ് വിളിച്ചിരിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും ആരംഭം മിസ്രയീമാണല്ലോ. ദൈവമാണ് അവരെ അവിടെ നിന്നും വിടുവിച്ചത്. അവർ മിസ്രയീമിൽ രഹസ്യമായി മിസ്രയീമ്യരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പരസംഗം ചെയ്യുകയായിരുന്നു. ദൈവം വാസ്തവത്തിൽ ദുഃഖിതനായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്ന് മോശയിലൂടെ അറിയിച്ചെങ്കിലും അവർ ഉപേക്ഷിച്ചില്ല. പക്ഷേ ബാധകൾ ഒന്നൊന്നായി വന്നപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലായത്. അങ്ങനെ അവര് പീഡയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ അവര് മിസ്രയീം വിടുകയാണ് ഉണ്ടായത്. പക്ഷെ മരുഭൂമിയിൽ വീണ്ടും ഒരു വിഗ്രഹത്തെ ആരാധിച്ചു, അല്ലെങ്കിൽ വിഗ്രഹങ്ങളോട് പരസംഗം ചെയ്തു. പൊതുവെ വിഗ്രഹങ്ങളെ ചുംബിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് പരസംഗത്തിന് തുല്യമായിരുന്നു. കനാനിലെത്തിയ ശേഷവും ഈ പരസംഗം തുടരുകയാണ് ഉണ്ടായത്. ചുറ്റുമുള്ള ദേവന്മാരെ അവർ പോയി ആരാധിച്ചിരുന്നു എന്ന് മാത്രമല്ല, ജാതികളുടെ വിഗ്രഹങ്ങളെ അവർ കനാൻ നാട്ടിൽ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അവർ ഇതേ വിഗ്രഹങ്ങളെ ഇസ്രയേലിൽ വാർത്തുണ്ടാക്കാൻ, അത് വിൽക്കാൻ തയ്യാറായി. ആയതിനാൽ
ദൈവം തൻ്റെ കോപത്തിൽ അവരെ ആദ്യം അശൂരിലേക്കും ഇസ്രായേലിനെ അശൂരിലേക്ക് അടിമയായി വിട്ടയച്ചു. യഹൂദയെ ബാബേലിലേക്കും അടിമയായിട്ട് ദൈവം പറഞ്ഞയച്ചു. പക്ഷെ സംഭവിച്ചത് അവരവിടെ ചെന്ന് ആ വിഗ്രഹാരാധന തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ അവര് ബാബേൽക്കാരുടെയും അല്ലെങ്കിൽ അശൂർക്കാരുടെയും വിഗ്രഹങ്ങളെ പണ്ട് മിസ്രൈമിലെ വിഗ്രഹങ്ങളെ സേവിച്ചതുപോലെ സേവിച്ചവരാണെങ്കിലും ആ ഒരു വർഗബോധമൊന്നും അശൂർക്കാർക്കും ബാബേൽക്കാർക്കും ഉണ്ടായില്ല. അവരിവരെ കഠിനമായി പീഡിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചു. അവര് അപമാനിക്കപ്പെട്ടു. അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ദൈവം, അതായത് അശൂര്യരെ കൊണ്ടും ബാബേൽക്കാരെ കൊണ്ടും മാത്രമല്ല, പെക്കോദ്യര്, ശോവ്യര്, കോവ്യര് തുടങ്ങിയവരെ കൊണ്ടും അവരെ പീഡിപ്പിച്ചു എന്നാണ് 22-ാം വാക്യത്തിൽ നാം വായിച്ചത്. ഇസ്രായേലിലെ വിഗ്രഹാരാധനയേക്കാൾ ദൈവത്തെ ദുഃഖിപ്പിച്ചത് മക്കളെ അഗ്നിക്കിരയാക്കി. മോലോക്കെന്ന ദേവൻ അകംപൊള്ളയായ പിച്ചള വിഗ്രഹമാണ്. 2 കൈകൾ ഇങ്ങനെ നീട്ടിയിരിക്കും. ഈ വിഗ്രഹത്തിൻ്റെ അടിയിൽ തീ കൊടുക്കുമ്പോൾ അത് ചുട്ടുപഴുക്കും. ആ സമയത്ത് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ വിഗ്രഹത്തിൻ്റെ കയ്യിൽ വെച്ച് ദഹിപ്പിക്കുകയാണ്. 37-ാം വാക്യം പറയുന്നത്, നീ അവരെ എനിക്ക് പ്രസവിച്ച മക്കളെന്നാണ്. അപ്പോൾ ദൈവം നമുക്ക് മക്കളെ തരുന്നത് അവരെ ദൈവഭക്തി അഭ്യസിപ്പിച്ച് ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റാനാണ്. പക്ഷേ ഇസ്രായേല് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ആ വിഗ്രഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന് വേണ്ടി ദഹിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദേവാലയത്തെയും വീടുകളെയും അതുപോലെ തീക്കിരയാക്കാൻ തയ്യാറാകുകയാണ് എന്നാണ് പറഞ്ഞത്. സ്വന്തം മക്കളെ വിഗ്രഹാരാധനയ്ക്കായി തീക്കിരയാക്കിയവർക്ക് ദേവാലയവും വീടും തീക്കിരയാകുന്നതിലും ശേഷിക്കുന്ന മക്കൾ കൂടെ തീക്കിരയാകുന്നതിലും പരാതി പറയാൻ ആവുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വിചാരിക്കുന്നത് ഇസ്രായേല് കടുകട്ടി ഏകദൈവ വിശ്വാസികളാണ് എന്നാണ്. അല്ലെന്നുള്ളതാണ് സത്യം. ഇന്നും ക്രിസ്തീയ പേരുള്ള കോടിക്കണക്കായ ആളുകൾ ലോകത്തുണ്ടെങ്കിലും അവര് ക്രിസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ബൈബിളിനെക്കുറിച്ചോ ഒരു എത്തും പിടിയില്ലാത്തവരാണ്. അവര് ലക്ഷണം നോക്കുന്നവരും അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളുമാണ്. മിക്ക ആളുകളുടെയും ദൈവം പണമാണ്. എന്ത് അന്യായം ചെയ്തു പണം ഉണ്ടാക്കുക, അത് അവർക്കൊരു ദുരഭിമാനമാണ്. അത് അവരുടെ ഒരു കോംപ്ലക്സാണ്. പണ്ട് കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ചതുകൊണ്ടും പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടും അവരുടെ മനസ്സിൽ മറ്റുള്ളവരെക്കാൾ പണക്കാരാകണം എന്നുള്ള ഒരു ചിന്തയാണ്. അന്ത്യകാല ലക്ഷണം കൂടെയാണ് ഈ ദ്രവ്യാഗ്രഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പകരം എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി കർത്താവിനെ മാത്രം സ്നേഹിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.